അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം കുറവങ്കോണത്ത് മല്ലൂസ് പഞ്ചാബി ധാബയിലാണ് കേട്ടോ വന്നത്. മല്ലൂസ് പഞ്ചാബി ധാബ കറക്റ്റ് എക്സാക്ട് സ്പോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറവങ്കോണത്ത് നിന്ന് നമ്മൾ അമ്പലമുക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ദോശവാല കടയിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആംബിയൻസ് സ്പേസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കടയാണ്. നല്ല ഒരു കുറച്ച് പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തു. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം റൊട്ടി ഐറ്റംസ് ഉണ്ട്, റൈസ് ഐറ്റംസ് ഉണ്ട്, ദാലിൻ്റെ ഐറ്റംസ്, പനീർ ഉണ്ട്, പിന്നെന്താ മഷ്റൂമിൻ്റെ ഐറ്റംസ്, പിന്നെ സബ്ജി പോലുള്ള കാര്യങ്ങളുണ്ട്, ലസ്സി ഉണ്ട്, നൂഡിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ വരുന്ന മെനൂസ് കാര്യങ്ങളും. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് എന്താണെന്നുള്ളത് വരുമ്പോഴത്തേക്കും കാണിച്ചു തരാം. ഇതാ ഞാൻ പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്. ഫുൾക്ക റൊട്ടിയും ആലു ജീര ഫ്രൈ ആണ്. ഇത് നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഇതാണ്. പേര് പോലെ തന്നെ ആലു പിന്നെ ജീരകമൊക്കെ ഇട്ടിട്ടുള്ളൊരു സാധനമാണ്. സാധാരണ പഞ്ചാബി ധാബയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആലു പറാത്ത ഒക്കെ ആയിരിക്കും ട്രൈ ചെയ്യണേ. ഞാൻ ഫുൾക്ക റൊട്ടി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ ആലു ജീര ഫ്രൈ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അത് ട്രൈ ചെയ്യാം. നമ്മള് ഇതിന്റെ കൂട്ടത്തില് കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. അതിന്റെ കുറച്ച് മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്ത് മസാലയെന്ന് അറിയില്ല, ടേസ്റ്റ് ചെയ്തേക്കാം. ചാട്ട് മസാലയാണോ ഇത്? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മൾ ഈ പാനിപൂരിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നത്. ആലു ജീര റൈസ് അടിപൊളിയാണ്. ഇത് അത്യാവശ്യം സ്പൈസിയാണ്. നമ്മൾ ഈ പൊട്ടറ്റോ ജസ്റ്റ് ഫ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരട്ടും. എന്നിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് മല്ലിയിലയും പിന്നെ ജീരകം ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റാണ്, അടിപൊളിയാണ്. ആ മസാലയും കൂടെ വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് പൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ ഫുൾക്ക റൊട്ടി നമ്മൾ ഈ തീയിൽ വെച്ച് ഇങ്ങനെ പൊള്ളിച്ച് എടുക്കണ സംഭവമാണ്. ചപ്പാത്തിയുടെ വേറൊരു ഐറ്റം, അത്രേ ഉള്ളൂ. പക്ഷെ സെയിം ലൈക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാലും ഒക്കെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ചപ്പാത്തി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ചപ്പാത്തികളിലും കുറച്ചും കൂടെ സോഫ്റ്റ് അങ്ങനെ ആയിരിക്കും. അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ പഞ്ചാബി ധാബയിലൊക്കെ കയറുന്ന സമയത്ത് ആലു ജീര അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. ഓക്കെ, ഫുൾക്കയ്ക്ക് ഒരെണ്ണത്തിന് 10 രൂപയാണ് വരണേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ് ആലു ജീര ഫ്രൈക്ക് 70 രൂപയും. 70 രൂപയ്ക്ക് വേർത്താണ്, ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിവിടുത്തെ ഓവറോൾ ഫുഡൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. എന്താ ചായയും കൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ രാവിലെ 11 മണി തൊട്ട് ഏകദേശം രാത്രി 11 മണി വരെയൊക്കെ ആണ് ഉള്ളത്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ മിനി ഇഡ്ഡലിയൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെ കടലക്കറി അല്ലെങ്കിൽ മുട്ടക്കറി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണും. നമ്മുടെ സാധാരണ ഇഡ്ഡലിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് മിനി ഇഡ്ഡലി എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.